വിശദമായ വാർത്തകളിലേക്ക് കടന്നാൽ പാർലമെന്റ് പാസാക്കിയ കാർഷിക ബില്ലുകൾക്കെതിരെ കേരളം സുപ്രീം കോടതിയെ സമീപിക്കും. ഇക്കാര്യത്തിൽ നിയമോപദേശം തേടാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. കാർഷിക ബില്ല് സംസ്ഥാനത്തിന്റെ അധികാരം കവർന്നെടുത്തേക്കുമെന്നും മന്ത്രിസഭയുടെ വിലയിരുത്തലുണ്ട്. വി അരുൺ ചേരുകയാണ് വിവരങ്ങളുമായി. അരുൺ, ഈ കാർഷിക ബില്ലിനെതിരെ പാർലമെന്റിൽ പ്രക്ഷോഭം ശക്തമായിരുന്നു. ഇപ്പോൾ സംസ്ഥാനത്തിന്റെ നീക്കം എന്താണ്? മന്ത്രിസഭായോഗത്തിൽ പൊതുവെ ഉണ്ടായ വികാരം എന്താണ്? കാർഷിക ബില്ലുകൾക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനാണ് മന്ത്രിസഭാ തീരുമാനം. കൃഷി ഭരണഘടനാപരമായി സംസ്ഥാനങ്ങളുടെ കൺകറന്റ് ലിസ്റ്റിലുള്ള വിഷയമാണ്. അതിൽ തീരുമാനമെടുക്കുന്നതിന് മുമ്പും നിയമം പാസ്സാക്കുന്നതിന് മുമ്പും സംസ്ഥാനങ്ങളുടെ അഭിപ്രായം തേടണം. പക്ഷേ ഇതിലത് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഭരണഘടനാപരമായ പ്രശ്നങ്ങളുണ്ടെന്ന് സർക്കാരിന് അഡീഷണൽ പ്രോസിക്യൂട്ടർ ജനറൽ എന്ന നിയമോപദേശം ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രിസഭാ യോഗം കാർഷിക ബില്ലുകൾക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ തീരുമാനമെടുത്തത്. ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾക്കും നിർദ്ദേശമുണ്ട്. മറ്റു തുടർ നടപടികൾക്കും നിർദ്ദേശമുണ്ട്. പൗരത്വ ബിൽ വിഷയത്തിൽ സുപ്രീം കോടതി സമീപിച്ച ആദ്യ സംസ്ഥാനം കേരളമായിരുന്നു. അതേ മാതൃക ഈ വിഷയത്തിലും പിന്തുടരണമെന്ന അഭിപ്രായമാണ് മന്ത്രിസഭാ യോഗത്തിൽ ഉയർന്നു വന്നത്. നിയമപരമായും സർക്കാരിന്റെ നീക്കം വിജയിക്കുമെന്നാണ് പ്രതീക്ഷ. മാത്രമല്ല, രാജ്യമൊട്ടാകെ കാർഷിക ബില്ലുകൾക്കെതിരെ വലിയ പ്രക്ഷോഭം ഉയർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിന്റെ ഇത്തരം നീക്കം ദേശീയതലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുമെന്ന പ്രതീക്ഷയും സംസ്ഥാന സർക്കാരിനുണ്ട്. മന്ത്രിസഭാ യോഗം ഈ വിഷയം വിശദമായി ചർച്ച ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ബില്ലുകൾ തീരുമാനങ്ങൾക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തത്. ഒരുപക്ഷെ അരുൺ, ആദ്യമായി ഇത്തരത്തിൽ നിയമ പോരാട്ടത്തിന് ഇറങ്ങുന്ന സംസ്ഥാനമാകും കേരളം. നേരത്തെയും സമാനമായ തരത്തിലുള്ള നിയമ പോരാട്ടം കേരളം പല വിഷയങ്ങളിലും കേന്ദ്രത്തിന് നടത്തിയിട്ടുമുണ്ട്. ആ ഒരു ശ്രദ്ധ, ദേശീയതലത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു ശ്രദ്ധ, അത് വലിയ തരത്തിൽ ഗുണം ചെയ്യും എന്നുള്ള വിലയിരുത്തലുമുണ്ട് സംസ്ഥാനത്തിന്. തീർച്ചയായും അതുതന്നെയാണ് സംസ്ഥാനത്തിന്റെ പ്രതീക്ഷയും വിലയിരുത്തലും. ഇത്തരത്തിൽ കാർഷിക ബില്ലുകൾക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുന്ന ആദ്യ സംസ്ഥാനമായി മാറും. അത് സർക്കാർ തീരുമാനമായി മുന്നോട്ട് പോയാൽ അത് ദേശീയതലത്തിൽ വലിയ ശ്രദ്ധ നേടിക്കൊടുക്കും എന്ന പ്രതീക്ഷയും സംസ്ഥാന സർക്കാരിനുണ്ട്. പൗരത്വ ബില്ലാണ് ഇതിൽ സർക്കാരിന് മുന്നിലുള്ള ഒരു മാതൃക. അതേ മാതൃകയിൽ മുന്നോട്ട് പോകാനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. മാത്രമല്ല, ഈ വിഷയത്തിൽ സംസ്ഥാനത്തെ BJP ഒഴികെയുള്ള പ്രധാന രാഷ്ട്രീയ പാർട്ടികളുടെ ഒക്കെ പിന്തുണയും സംസ്ഥാന സർക്കാർ പ്രതീക്ഷിക്കുന്നു. കാരണം പാർലമെന്റിലും രാജ്യത്തിന്റെ മറ്റ് പല ഭാഗങ്ങളിലും വലിയ പ്രക്ഷോഭങ്ങൾ ബില്ലുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട്. അതിൽ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ മുന്നണിയിലുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സർക്കാർ തീരുമാനം പൊതുവെ സ്വാഗതം ചെയ്യപ്പെടുമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രതീക്ഷ. അത് രാഷ്ട്രീയ നേട്ടം കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് മന്ത്രിസഭാ യോഗം എത്തിച്ചേർന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സെക്രട്ടേറിയറ്റിലെ തീപിടുത്തത്തിൽ മാധ്യമങ്ങൾക്കെതിരെ സർക്കാർ നിയമ നടപടിക്ക് ഒരുങ്ങുന്നു എന്ന സുപ്രധാനമായ ഒരു വാർത്തയാണ്. ഇതും മന്ത്രിസഭാ യോഗത്തിൽ എടുത്ത തീരുമാനമാണോ അരുൺ? മന്ത്രിസഭാ യോഗത്തിൽ ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്തു. സെക്രട്ടേറിയറ്റിൽ തീപിടുത്തം ഉണ്ടായെന്ന വാർത്ത GAD പൊതുഭരണ വകുപ്പിന്റെ ബ്ലോക്കിൽ പ്രോട്ടോകോൾ ഓഫീസ് അടക്കം സ്ഥിതി ചെയ്യുന്ന ബ്ലോക്കിൽ തീപിടുത്തം ഉണ്ടായെന്ന വാർത്ത ന്യൂസ് 18 പുറത്തുവിട്ടത്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഫയലുകൾ കത്തിനശിച്ചു എന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു. അത്തരം വാർത്തകൾ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് സർക്കാർ. പ്രധാനപ്പെട്ട ഫയലുകളൊന്നും കത്തി നശിച്ചിട്ടില്ല എന്ന് മുഖ്യമന്ത്രി അടക്കമുള്ളവർ ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തു. അത്തരം പ്രധാനപ്പെട്ട ഫയലുകൾ കത്തിനശിച്ചു എന്ന വാർത്ത സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുന്നതാണ്, തെറ്റായ വാർത്തയാണ്. അതുകൊണ്ടാണ് ആ വാർത്തകൾക്കെതിരെ പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയെ സമീപിക്കാനും നിയമ നടപടികൾക്കും സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത്. മന്ത്രിസഭാ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടായത്. ഈ നടപടികൾക്കായി ആഭ്യന്തര സെക്രട്ടറി TK ജോസിനെയാണ് മന്ത്രിസഭാ യോഗം ചുമതലപ്പെടുത്തിയത്. നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള തെറ്റായ വാർത്തകൾക്ക് ധാരാളം സർക്കാരിനെതിരെ വരുന്നുണ്ട്. അത്തരം വാർത്തകൾക്കെതിരെ നിയമ പോരാട്ടം നടത്തുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിരുന്നു. ഇത് ഏത് തരത്തിലുള്ള നിയമ പോരാട്ടം എന്ന് പറയുമ്പോൾ മാധ്യമങ്ങൾക്കെതിരെ അങ്ങനെ നീങ്ങുക എന്ന് പറയുമ്പോൾ അത്ര സമാനതകളില്ലാത്ത കാര്യമാണ്. നേരത്തെ തന്നെ ഈ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് വ്യാജ വാർത്തകളാണെന്നും ഒപ്പം ഈ പറഞ്ഞതുപോലെയുള്ള ഫയലുകളൊന്നും കത്തി നശിച്ചിട്ടില്ല എന്നും ഡിജിറ്റൽ ആയി സൂക്ഷിച്ച ഫയലുകൾ മാത്രമാണ് അത് വീണ്ടെടുക്കുക എളുപ്പമാണ് എന്നുമൊക്കെ ആയിരുന്നു സർക്കാർ നിലപാട്. നിയമ പോരാട്ടം എന്ന് പറയുമ്പോൾ അതിന്റെ സാധ്യത എത്രത്തോളമുണ്ട്? എന്ത് രീതിയിലാണ് സർക്കാർ ആ തരത്തിൽ മുന്നോട്ട് നീങ്ങുന്നത്? ഒന്ന്, പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയെ എന്നുള്ളതാണ് സർക്കാരിന് മുന്നിലുള്ള ഒരു വഴി. മറ്റൊന്ന്, അപകീർത്തി കേസ്, മാനനഷ്ട കേസ് ഫയൽ ചെയ്യുക. ഇത്തരം വാർത്തകൾ സർക്കാരിന്റെ യശസ്സിനും മന്ത്രിസഭയുടെ യശസ്സിനും ഓട്ടം തട്ടി എന്ന് ആരോപിച്ചുകൊണ്ട് മാനനഷ്ട കേസ് ഫയൽ ചെയ്യാനും സർക്കാരിന് കഴിയും. അതിന്റെ സാധ്യതകൾ പരിശോധിക്കാനാണ് ഇപ്പോൾ ആഭ്യന്തര സെക്രട്ടറിയെ മന്ത്രിസഭാ യോഗം ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിൽ പ്രധാനപ്പെട്ട പ്രോട്ടോകോൾ വിഭാഗത്തിനോട് ചേർന്നുള്ള അല്ലെങ്കിൽ പ്രോട്ടോകോൾ വിഭാഗത്തിൽ ഓഫീസ് ചെയ്യുന്ന ആ ബ്ലോക്കിൽ തീപിടുത്തമുണ്ടായി എന്നുള്ളത് വസ്തുതയാണ്. അതാണ് ന്യൂസ് 18 അടക്കമുള്ള മാധ്യമങ്ങൾ അന്ന് റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ അതിപ്പോൾ സർക്കാരിനെ അപകീർത്തിപ്പെടുന്നതും വ്യാജ വാർത്തയെന്നുമാണ് സർക്കാർ കണക്കാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഇത്തരമൊരു നിയമ വഴി തേടുന്നത്, മാധ്യമങ്ങൾക്കെതിരെ കടുത്ത നിലപാടെടുക്കുന്നത്. നേരത്തെ തന്നെ പല വാർത്തകളും ഇത്തരത്തിൽ PRDയുടെ ഫാക്ട് ചെക്ക് വിഭാഗം എന്നൊരു വിഭാഗത്തിൽ തന്നെ സർക്കാർ
PRD കീഴിൽ രൂപീകരിച്ചിരുന്നു. തെറ്റായ വാർത്തകൾ പരിശോധിക്കണം, അതിന് നടപടി വേണം. അത്തരത്തിൽ ആദ്യഘട്ടത്തിൽ ആ ഫാക്ട് ചെക്ക് വിഭാഗം എടുത്ത നടപടികൾ വലിയ വിവാദത്തിലേക്കും മാറുകയും ചെയ്തിരുന്നു. അതിനെ തുടർന്ന് സർക്കാർ അതിലൊരു മെല്ലെപ്പോക്ക് നയമാണ് സ്വീകരിച്ചത്. പക്ഷേ ഇപ്പോൾ സെക്രട്ടേറിയറ്റിന്റെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട വാർത്തകൾക്കെതിരെയും ആ വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങൾക്കെതിരെ കോടതിയെ സമീപിക്കണമെന്ന കടുത്ത തീരുമാനത്തിലാണ് സംസ്ഥാന സർക്കാർ എത്തിയിട്ടുള്ളത്. ഇതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുമെന്ന് ഉറപ്പാണ്. അല്പസമയത്തിനകം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണുന്നുമുണ്ട്. അദ്ദേഹത്തിന്റെ അടക്കം പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ ഉടൻ ലഭിക്കും. രഞ്ജിത്ത്, അരുൺ, ഈ എല്ലാ മാധ്യമങ്ങൾക്കുമെതിരെയാണോ സർക്കാർ നീക്കം? കാരണം നേരത്തെ നയതന്ത്ര ഫയലുകളടക്കം കത്തി നശിച്ചു, വളരെ പ്രധാനപ്പെട്ട ഫയലുകൾ കത്തി നശിച്ചു. അത് ആസൂത്രിതമാണ് എന്ന തരത്തിൽ വാർത്തകൾ നൽകിയ മാധ്യമങ്ങൾക്കെതിരെ മാത്രമാകുമോ ഈ തരത്തിൽ സർക്കാർ നീങ്ങാൻ ഇടയാവുക? അത്തരം തീരുമാനമാകും ഉണ്ടാകുക. അതിന് കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാക്കേണ്ടിയിരിക്കുന്നു. വാർത്തകൾ തെറ്റായ വാർത്തകളാണ്. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സുരേന്ദ്രൻ, മാധ്യമങ്ങൾ വ്യാജ വാർത്ത നൽകിയെന്നും അത്തരം വാർത്തകൾ നൽകിയ സെക്രട്ടറിയിലെ തീപിടുത്തവുമായി ബന്ധപ്പെട്ടാണ് നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് സർക്കാർ. അത് എത്രത്തോളം പ്രാവർത്തികമായ ഒരു കാര്യമാണ്? താങ്കളുടെ നിലപാട് എന്താണ് ആ വിഷയത്തിൽ? അല്ല, തികച്ചും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു നടപടിയാണിത്. മാത്രമല്ല, ഒരു അടിയന്തരാവസ്ഥയുടെ മണം ഇപ്പോൾ കേരളത്തിൽ വളരെ വ്യക്തമായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. മാധ്യമങ്ങൾ എങ്ങനെ വാർത്ത കൊടുക്കണം, എന്ത് വാർത്ത കൊടുക്കണം എന്നൊക്കെ മോണിറ്റർ ചെയ്യാൻ സർക്കാരിന് അധികാരമില്ല. സർക്കാരിന് അത്തരത്തിൽ കേസെടുക്കാനും അധികാരമില്ല. മാധ്യമങ്ങൾ സ്വതന്ത്രമായിട്ട് അവരുടെ അറിവിന്റെ അടിസ്ഥാനത്തിൽ അവർ വാർത്ത കൊടുക്കുന്നതാണ്. ആ വാർത്ത ഗവൺമെന്റ് ഇപ്പോൾ ഒരു അന്വേഷണം നടത്തി അവിടെ ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ചും ഈ വിഷയത്തിൽ സെക്രട്ടേറിയറ്റിലെ തീപിടുത്തം സ്വാഭാവികമായി ഉണ്ടായതാണ്. അവരുടെ പോലീസിനെ കൊണ്ട് ഒരു അന്വേഷണം നടത്തിച്ച് അവരുണ്ടാക്കിയതാണ്. അതാണ് വസ്തുത എന്ന് ബോധ്യപ്പെടുത്താൻ പറ്റുന്ന ഒന്നും തന്നെ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ട് സർക്കാരിന്റെ വാദം ന്യായീകരിക്കത്തക്ക വിധത്തിലുള്ള ഒരു പരിശോധനയുടെയും ഒരു ശാസ്ത്രീയമായിട്ടുള്ള അന്വേഷണത്തിന്റെയും വിശ്വാസപൂർണ്ണം ജനങ്ങളെ അറിയിക്കാൻ പറ്റുന്ന ഒന്നും ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. ഒരു ഏജൻസിയെ വെക്കുന്നു, ഒരു അന്വേഷണ സമിതിയെ വെക്കുന്നു, അവര് തന്നെ കാര്യങ്ങൾ നിശ്ചയിക്കുന്നു. അന്ന് തീപിടുത്തം നടന്ന സമയത്തുണ്ടായ ദൃശ്യങ്ങൾ തന്നെ കാണിക്കുന്നത് അവരുടെ ആൾക്കാർ തന്നെ തീക്കെടുത്തുന്നു, ഉദ്യോഗസ്ഥന്മാർ തന്നെ വരുന്നു, ചില ആളുകൾ അഭിപ്രായം പറയുന്നു. എല്ലാത്തിലും ദുരൂഹതയാണ് ഇക്കാര്യത്തിൽ. അതുകൊണ്ട് അങ്ങനെ ഒരു നടപടി എടുക്കുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് കേട്ടുകേൾവിയില്ലാത്ത ഒരു സംഭവമാണ്. അത് വളരെ ശക്തമായിട്ട് എതിർക്കപ്പെടേണ്ട ഒരു വിഷയമാണ്. ഇത് ജനാധിപത്യത്തെ കൊല്ലുന്നതിന് തുല്യമാണ്. സുരേന്ദ്രൻ, ഈ നയതന്ത്ര ഫയലുകളടക്കം കത്തി നശിച്ചു എന്നായിരുന്നു ആദ്യം ചില മാധ്യമങ്ങളിൽ വന്ന വാർത്ത. അത് ആസൂത്രിതമാണ് എന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു. പക്ഷേ പിന്നീട് സർക്കാർ തന്നെ പറയുന്നത് ഡിജിറ്റലായി സൂക്ഷിച്ചിരുന്ന ഫയലുകൾ മാത്രമാണ്, അത് വീണ്ടെടുക്കുക അത്ര പ്രയാസമുള്ള കാര്യമല്ല എന്നുമാണ്. അത്തരത്തിൽ സർക്കാരിനെ വല്ലാതെ ഡാമേജ് ചെയ്തു ആ വാർത്ത. അതൊരു വ്യാജ വാർത്തയായിരുന്നു, അത് കെട്ടിച്ചമച്ച വാർത്തയായിരുന്നു എന്നൊക്കെയാണ് വാദം. അല്ല, സർക്കാർ പറയുന്നതിനൊരു വിശ്വാസ്യതയും ഇല്ലല്ലോ. സർക്കാർ ഇപ്പോ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് വെളിയിൽ വന്നതിന് ശേഷം സർക്കാർ പുറത്തു പറയുന്നതും യഥാർത്ഥത്തിലുള്ള വസ്തുതയും തമ്മിൽ ഒരുപാട് അന്തരമുണ്ടല്ലോ. CCTV ദൃശ്യങ്ങളുടെ ഒളിപ്പിക്കുന്ന കാര്യത്തിലായാലും, ഇടിമിന്നലുണ്ടായി എന്ന് പറയുന്ന കാര്യത്തിലായാലും, അതുപോലെ ഈ സെക്രട്ടേറിയറ്റിലെ തീപിടുത്തത്തിന്റെ കാര്യത്തിലായാലും എല്ലാം ഈ കേസ് അന്വേഷണം അട്ടിമറിക്കാനുള്ള ഒരു നീക്കം നടക്കുന്നു എന്നുള്ള സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് സർക്കാർ പറയുന്നതാണ് യഥാർത്ഥത്തിലുള്ള വസ്തുത എന്ന് ആർക്കും വിശ്വസിക്കാൻ കഴിയില്ല. സർക്കാരിന്റെ വാദമുഖങ്ങളൊന്നും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസയോഗ്യമായിട്ടുള്ള കാര്യങ്ങളല്ല. നന്ദി ശ്രീ K. സുരേന്ദ്രൻ. പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് പരാതി നൽകും മാധ്യമങ്ങൾക്കെതിരെ എന്നാണ് ഇപ്പോൾ സർക്കാർ എടുത്തിരിക്കുന്ന തീരുമാനം. ഇത് വ്യാജ വാർത്തയാണെന്നും സർക്കാർ പറയുന്നു. ഇപ്പോൾ രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണുന്നു. ഉറപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. 17/8/2019 മുഖ്യമന്ത്രിയുടെ താൽപര്യപ്രകാരം അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ വെച്ചാണ് ഈ തീരുമാനമുണ്ടായത്. സെബിയുടെ നിരോധനം നിലനിൽക്കെയാണ് PwC എന്ന് പറയുന്ന ഈ കമ്പനിക്ക് ടെൻഡറില്ലാതെ, നടപടിക്രമങ്ങൾ പാലിക്കാതെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വെച്ച് തീരുമാനമെടുത്തത്. സ്വിസ് കമ്പനിയായ ഹെസ്സിന് കരാർ നൽകുന്നതിന് തീരുമാനമെടുക്കുകയും MOU ഒപ്പിടുകയും ചെയ്ത് അത് ഫേസ്ബുക്കിലും പ്രചരിപ്പിക്കുകയും ചെയ്ത ശേഷമാണ് കൺസൾട്ടൻസിയെ വെച്ചത്. മന്ത്രിസഭ അറിയാതെ, ഇടതുമുന്നണി അറിയാതെ, എന്തിനേറെ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി പോലും അറിയാതെയാണ് ഈ നടപടി അന്ന് കൈക്കൊണ്ടിരുന്നത്. അന്നത്തെ ചീഫ് സെക്രട്ടറിയും ധനകാര്യ സെക്രട്ടറിയും ഇതിനെ നഖശികാന്തം എതിർക്കുകയുണ്ടായി.
അവരെതിർത്തപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം കൂടി ഈ PWCക്ക് 1 മാസത്തിനകം റിപ്പോർട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവരെ അതിന് കൺസൾട്ടന്റായി നിയോഗിച്ചത്. പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയിൽ ഈ ഫയലുകൾ മുഴുവൻ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഉയർത്തിക്കാട്ടിയിട്ടാണ് ഞാൻ ഈ ആരോപണം ഉന്നയിച്ചത്. അന്ന് ബഹുമാനായ മുഖ്യമന്ത്രി പറഞ്ഞത് എല്ലാം നിയമാനുസൃതമാണ്, ഒരു തട്ടിപ്പും ഈ കാര്യത്തിൽ നടന്നിട്ടില്ല, അഴിമതി നടന്നിട്ടില്ല എന്നാണ്. കേന്ദ്രം എംപാനൽ ചെയ്ത കമ്പനി ആയതുകൊണ്ട് പ്രത്യേക ടെൻഡറിന്റെ ആവശ്യമില്ല എന്ന പുതിയൊരു വാദമാണ് അദ്ദേഹം ഉന്നയിച്ചത്. സർക്കാരിന്റെ വാദങ്ങളൊക്കെ ഇപ്പോൾ പൊളിഞ്ഞിരിക്കുന്നു. PWC 1 മാസത്തിനകം റിപ്പോർട്ട് നൽകിയില്ല എന്ന മുടന്തൻ ന്യായം പറഞ്ഞാണ് ഇപ്പോൾ കൺസൾട്ടൻസി റദ്ദാക്കിയിരിക്കുന്നത്. ഇത് തീർത്തും ഒരു മുടന്തൻ ന്യായമാണ്. കാരണം 17/2/2020 ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം മാർച്ച് മാസം അവസാനിക്കുന്നതിന് മുമ്പ് എന്ന് വെച്ചാൽ 1 മാസത്തിനുള്ളിൽ ഈ റിപ്പോർട്ട് നൽകണമെന്നാണ് PWCയോട് ആവശ്യപ്പെട്ടിരുന്നത്. അത് നടക്കാതെ വന്നപ്പോൾ ഏപ്രിലിൽ തന്നെ PWCയെ ഒഴിവാക്കേണ്ടതായിരുന്നു. കാരണം 1 മാസത്തിനകം റിപ്പോർട്ട് നൽകിയില്ല. പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചത് ജൂൺ 28-നാണ്. തുടർന്നാണ് ഇപ്പോൾ ഈ 1 മാസത്തെ കാര്യം പറഞ്ഞ് സർക്കാർ തടി തപ്പിയിരിക്കും. ഇത് ക്യാബിനറ്റ് ഇതിന്റെ തീരുമാനമാണ്, ഇതിന്റെ ഫയലിന്റെ തീരുമാനം. നിങ്ങൾക്ക് ആർക്കു വേണമെങ്കിലും പരിശോധിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. ക്ലബ് ഇറ്റ് വിത്ത് ദ കണക്റ്റഡ് ഫയൽ ഓൺ EV പോളിസി implementation where KSIDC has been made the nodal agency to coordinate with the RKI projects of best ports, logistic ports, logistic port, e-mobility, etc., where the decision to engage consultants was taken in consultation with finance. Since Industries Department has already engaged KPMG as a consultant for the investment promotion and PWC has failed to submit their service level agreement for scrutiny and approval of the government within the time frame, further action may be dropped. Industries Department is taking further action on the investment proposals received from Toshiba, Hess arrival, etc. അപ്പോൾ പ്രതിപക്ഷം ഈ കാര്യം ഉന്നയിച്ചതിന്റെ വെളിച്ചത്തിലാണ് ഇന്ന് ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുത്ത് ഈ ഫയൽ ക്ലോസ് ചെയ്യാനുള്ള നടപടി സ്വീകരിച്ചത്. ഇത് ഓഗസ്റ്റ് 13-നാണ് ഈ തീരുമാനം ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല ഇതേ ആവശ്യത്തിന് KPMGയെ കൺസൾട്ടന്റായി വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ആലോചിക്കണം, ഈ ഗവൺമെന്റിന് ഒരു കൂട്ടുത്തരവാദിത്വം ഇല്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. KPMGയെ ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷന് വേണ്ടി ഇത്തരം കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാണ് അവരെ ചുമതലപ്പെടുത്തിയത്. അവരുടെ ഫീസ് എത്രയാണ്? 11,20,000 രൂപയാണ് 1 മാസം ഇവരുടെ ഫീസ്. ഇപ്പോൾ 1 വർഷത്തേക്കാണ് അവർക്ക് കൺസൾട്ടൻസി നൽകിയിട്ടുള്ളത്. ഇത്രയും വലിയ ഒരു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിനും ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷനും വേണ്ടിയിട്ട് KPMGയെ വെച്ചിട്ട് നമ്മുടെ സ്ഥിതി എന്താണ്? കേരളത്തിന് 28ാമത്തെ റാങ്കാണ് ഇപ്പം നിലവിലുള്ളത്. 28ാമത്തെ സ്ഥാനമാണ് നമുക്കുള്ളത്. ആകെ യൂണിയൻ ടെറിട്ടറി എല്ലാം കൂടി ചേരുമ്പോൾ 32 വരെയാണ് സ്റ്റേറ്റുകളുടെ യൂണിയൻ ടെറിട്ടറികളും എല്ലാം കൂടി ഉള്ളത്. അതിൽ 28ാമത്തെ സ്ഥാനത്താണ് നമ്മൾ. കഴിഞ്ഞ വർഷം നമ്മൾ 21ാം സ്ഥാനത്തായിരുന്നു. KPMGയെ വെച്ചതിന് ശേഷമാണ് ഇപ്പൊ 28ാം സ്ഥാനത്തായിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണം എത്രമാത്രം വസ്തുതാപരമാണ് എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു എന്നത് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. ഈ ഫയല് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ
ഇതുപോലെയാണ് ഓരോ അന്വേഷണത്തിന്റെയും സാഹചര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദം വന്ന സന്ദർഭത്തിൽ 11/8/2020 ഞാൻ ബഹുമാനായ മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് നൽകി. ഈ ലൈഫുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് എമിറേറ്റ്സ് റെഡ് ക്രസന്റുമായി ഏർപ്പെട്ടിരിക്കുന്ന കരാറിന്റെ കോപ്പി MOU എനിക്ക് നൽകണമെന്ന്. എനിക്ക് അതിന്റെ കോപ്പി കഴിഞ്ഞ 1.5 മാസമായി തന്നില്ല. 16/9/2020 ഞാൻ വീണ്ടും മുഖ്യമന്ത്രിക്ക് ഒരു കത്തെഴുതി. ഇത്രയും ദിവസമായി ചോദിച്ചിട്ട് എനിക്ക് നൽകാത്തത് ശരിയായ നടപടിയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ. അങ്ങനെയാണെങ്കിൽ എന്നെ ലൈഫ് മിഷന്റെ ടാസ്ക് ഫോഴ്സിൽ സ്പെഷ്യൽ ഇൻവൈറ്റി ആയിട്ടാണ് പ്രതിപക്ഷ നേതാവിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ലൈഫ് മിഷനിലെ ടാസ്ക് ഫോഴ്സിലെ ഒരു സ്പെഷ്യൽ ഇൻവൈറ്റി ആയിരിക്കുന്ന പ്രതിപക്ഷ നേതാവിന് രമേശ് ചെന്നിത്തല എന്നുള്ള വ്യക്തിയല്ല, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന് ഇത്തരമൊരു വിശദാംശങ്ങൾ ആവശ്യപ്പെട്ട് MOUവിന്റെ കോപ്പി നൽകണമെന്ന് പറഞ്ഞിട്ട് നൽകാനുള്ള നടപടി സ്വീകരിച്ചിട്ടില്ല. ഞാൻ ഏതാണ്ട് 1.5 മാസത്തോളമായി കാത്തിരിക്കുകയാണ്. ഇനിയും കാത്തിരിക്കുന്നത് കൊണ്ട് അർത്ഥമില്ല. തന്നെയുമല്ല, ഇതുമായി ബന്ധപ്പെട്ട ഈ നിരവധി കേസുകളും വഴക്കുകളും ഇനി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്നും ഇനി എന്നെ സാക്ഷിയാക്കാനോ മൊഴിയെടുക്കാനുള്ള അവസരം ഉണ്ടാക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും ഈ തെറ്റായ സമീപനത്തിൽ പ്രതിഷേധിച്ച് ഞാൻ ലൈഫിന്റെ ടാസ്ക് ഫോഴ്സിലെ സ്പെഷ്യൽ ഇൻവൈറ്റി എന്ന സ്ഥാനം രാജിവെച്ചുകൊണ്ട് ഇന്ന് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. അതിന്റെ കോപ്പി നിങ്ങൾക്ക് വിതരണം ചെയ്യുന്നതാണ്. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ലൈഫുമായി ബന്ധപ്പെട്ട വലിയ ഒരു അഴിമതിയാണ് നടന്നിരിക്കുന്നത്. പാവപ്പെട്ട ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കാനുള്ള ഒരു സ്വപ്ന പദ്ധതിയിലാണ് സ്വപ്ന സുരേഷും കൂട്ടരും കൂടി 9 കോടി രൂപയുടെ കമ്മീഷൻ അടിച്ചിട്ടുള്ളത്. 20 കോടി രൂപയുടെ പദ്ധതിയിൽ 9 കോടി രൂപയുടെ കമ്മീഷൻ അടിച്ചിട്ടും ഇതുമായി ബന്ധപ്പെട്ട് സത്യസന്ധമായ ഒരു മറുപടി ഇതുവരെ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. മുഖ്യമന്ത്രിയോട് പത്രലേഖകർ മാറി മാറി ചോദിച്ചിട്ടും മറുപടി പറഞ്ഞിട്ടില്ല. എല്ലാം പരിശോധിക്കുകയാണ് എന്ന് മാത്രമാണ് അദ്ദേഹം എപ്പോഴും പറയാറുള്ളത്. 1.5 മാസക്കാലത്തോളമായി വിവാദം ഉയർന്നു വന്നിട്ട് ഇതിനിടയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു നടപടിക്രമവും ജനങ്ങളോട് വിശദീകരിക്കാൻ ഇതുവരെ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ഡെൻമാർക്കിൽ എന്തോ ചീഞ്ഞു നാറുന്നുണ്ട് എന്നുള്ളതല്ലേ? പ്രതിപക്ഷ നേതാവിന് അതിന്റെ ഒരു MOUവിന്റെ കോപ്പി ടാസ്ക് ഫോഴ്സിലെ സ്പെഷ്യൽ ഇൻവൈറ്റിയായ പ്രതിപക്ഷ നേതാവിന് ഒരു MOUവിന്റെ ഒരു കോപ്പി ചോദിച്ചിട്ട് തരുന്നില്ല. ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് സർക്കാരിന് എന്തെല്ലോ മറച്ചു വെക്കാനുണ്ട് എന്നുള്ളതല്ലേ? അല്ല എങ്കിൽ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഇടപാടാണെങ്കിൽ ഇതിന്റെ കോപ്പി തരുന്നതിന് എന്ത് പ്രശ്നമാണുള്ളത്? ഇവിടെ ഇന്നിപ്പോൾ നമ്മൾ അറിയാൻ കഴിഞ്ഞത് ഒരു വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചു എന്നാണ്. ഞാൻ ഹോം സെക്രട്ടറിയോട് ശ്രീ TK ജോസിനോട് ഫോണിൽ സംസാരിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞത് ശരിയാണ്, വാർത്ത ശരിയാണ്. ഒരു പ്രിലിമിനറി എൻക്വയറി, പ്രാഥമികമായി വിജിലൻസിനോട് ഒരു എൻക്വയറി നടത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഒരു പ്രിലിമിനറി എൻക്വയറിക്ക് വേണ്ടിയിട്ടാണ് ഉത്തരവിട്ടിരിക്കുന്നത്. ആ പ്രിലിമിനറി എൻക്വയറി ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. കാരണം ഈ വിജിലൻസിന് ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും അന്വേഷിക്കാൻ കഴിയില്ല. കാരണം എമിറേറ്റ്സ് റെഡ് ക്രസന്റ് UAEയിൽ പ്രവർത്തിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ അവരാണ്. അവരുമായി ബന്ധപ്പെട്ട ഒരു ഉടമ്പടിയാണിത്. അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ, ഇന്റർനാഷണൽ റമിഫിക്കേഷൻസ് ഉള്ള ഒരു കാര്യത്തിൽ സംസ്ഥാനത്തെ വിജിലൻസിന് അന്വേഷിക്കാൻ പരിമിതിയുണ്ട്. ഓവർസീസ് അന്വേഷണം നടത്താൻ അവർക്ക് പരിമിതിയുണ്ട്.
അതുകൊണ്ട് തന്നെ ഇത് CBI അന്വേഷിക്കണമെന്ന് ഞാനിവിടെ വെച്ച് ഗവൺമെന്റിനോട് ആവശ്യപ്പെടുകയാണ്. ഇത് ഡൽഹി പോലീസ് ആക്ട് അനുസരിച്ച് സെക്ഷൻ 3 അനുസരിച്ച് 3 ആണെന്ന് തോന്നുന്നു 3 അനുസരിച്ച് FIR രജിസ്റ്റർ ചെയ്ത് ഈ കേസ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള നടപടിയാണ് CBIക്ക് കൈമാറാനുള്ള നടപടിയാണ് ഗവൺമെന്റ് സ്വീകരിക്കേണ്ടത്. അല്ലാണ്ട് ഒരു കാരണവശാലും ലൈഫുമായി ബന്ധപ്പെട്ട ഈ അഴിമതി പുറത്തു കൊണ്ടുവരാൻ കഴിയില്ല. തന്നെയുമല്ല, ഇതുപോലെ മറ്റേതെല്ലാം സ്ഥാപനങ്ങൾ ലൈഫ് പദ്ധതിക്ക് വേണ്ടി ജനങ്ങളിൽ നിന്ന് പണം പിരിച്ചിട്ടുണ്ട്. കാരണം മുഖ്യമന്ത്രി പ്രളയ ദുരിതാശ്വാസ സഹായത്തിന് വേണ്ടിയാണ് UAEയിൽ പോയത്. അതിന്റെ തലേ ദിവസമാണ് ശിവശങ്കരനും സ്വപ്ന സുരേഷും ദുബൈയിലെത്തുന്നത്. അവരവിടെ പോയി ആരെയെല്ലാം കണ്ടു, ആരിൽ നിന്നെല്ലാം സഹായം സ്വീകരിച്ചു എന്ന് ഇതുവരെ വ്യക്തമല്ല. ഇതൊന്നും വിജിലൻസിന് അന്വേഷിക്കാൻ കഴിയുന്ന കാര്യമല്ല. അപ്പോൾ വളരെ നിർണായകമായ ലൈഫുമായി ബന്ധപ്പെട്ട് പ്രളയ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നടത്തിയ സന്ദർശനത്തിന്റെ മറവിൽ കോടികൾ തട്ടിയിട്ടുണ്ട് എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കൂടി അന്വേഷിക്കണമെങ്കിൽ CBI അല്ലാതെ മറ്റൊരു അന്വേഷണത്തിന് പ്രസക്തിയില്ല എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഇവിടെ ഇതാണ് എനിക്ക് ലൈഫിനെ പറ്റി സൂചിപ്പിക്കാനുള്ളത്. മൂന്നാമത്തെ കാര്യം കോവിഡുമായി ബന്ധപ്പെട്ടതാണ്. ലോകത്തെ കോവിഡ് തലസ്ഥാനമായി ഇന്ത്യ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. പ്രതിദിന രോഗവ്യാപന തോതും മരണനിരക്കും ഏറ്റവും കൂടുതലുള്ള ഒരു രാജ്യമായി ഇന്ത്യ മാറിക്കഴിഞ്ഞിരുന്നു. 1 ലക്ഷത്തിനടുത്താണ് ഇപ്പോൾ പ്രതിദിന രോഗവ്യാപന നിരക്ക്. മരണനിരക്ക് പ്രതിദിനം 1100 വീതം. മോർട്ടാലിറ്റി നിരക്ക് കുറവ് ആണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നത് ഒരു മേന്മയായി നമുക്ക് എടുക്കാൻ കഴിയില്ല. ഇതിലൊരു കാര്യവുമില്ല. കാരണം ഇന്ത്യയിലായാലും കേരളത്തിലായാലും പാകിസ്ഥാൻ, ബംഗ്ലാദേശ് പോലെയുള്ള രാജ്യങ്ങളിലായാലും 35 വയസ്സിൽ താഴെയുള്ളവർ മൊത്തം ജനസംഖ്യയുടെ 65% വരും. ഇതാണ് ലോവർ മോർട്ടാലിറ്റി നിരക്കിന്റെ പ്രധാനപ്പെട്ട കാരണം. നമ്മൊരു യങ് പോപ്പുലേഷനാണ് കൂടുതലുള്ളത്. പക്ഷേ രോഗവ്യാപനം അതിതീവ്രമായി നടക്കുന്നതിനാൽ മരണപ്പെടുന്ന രോഗികളുടെ എണ്ണം അബ്സല്യൂട്ട് നമ്പർ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഇതേ സ്ഥിതിയാണ് കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നലെ കേരളത്തിൽ മാത്രം 20 പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. ആക്റ്റീവ് കേസ് നിരക്കിൽ കേരളം ഇപ്പോൾ ഇന്ത്യയിൽ 6ാമത്തെ സ്ഥാനമാണ് കേരളത്തിനുള്ളത്. എന്നാൽ കേരളത്തെക്കാൾ രോഗികളുടെ ആക്റ്റീവ് എണ്ണത്തിൽ മുന്നിലുള്ള സംസ്ഥാനമായ മഹാരാഷ്ട്ര, കർണാടക, UP, തമിഴ്നാട് എന്നിവിടങ്ങളിൽ കഴിഞ്ഞ ആഴ്ചയിലെ ഗ്രോത്ത് റേറ്റും മൊത്തമുള്ള റിക്കവറി റേറ്റും കേരളത്തെക്കാൾ ഏറെ മികച്ചതാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇന്നലെ പുറത്തു വന്ന കണക്ക് പ്രകാരം കേരളത്തിന്റെ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേഷ്യോ എന്ന് പരിശോധിച്ചാൽ 10.6 വളരെ ഗൗരവമുള്ളൊരു വിഷയമാണിത്. സെപ്റ്റംബർ 19 വരെയുള്ള കണക്ക് പ്രകാരം രാജ്യത്തെ പോസിറ്റിവിറ്റി ശതമാനം 8.7%. അപ്പോൾ കേരളത്തിന്റെ ശരാശരി നിരക്ക് ദേശീയ നിരക്കിനേക്കാൾ കൂടുതലായിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇതിന്റെ അർത്ഥം എന്താണ്? ടെസ്റ്റുകളുടെ എണ്ണം വളരെ കുറവാണ് എന്നുള്ളതാണ്. പ്രതിദിനം 24 മണിക്കൂറിനുള്ളിൽ 75,000 ടെസ്റ്റുകളെങ്കിലും ചെയ്യണം. എന്നാൽ മാത്രമേ TPR 5ൽ താഴെ എത്തിക്കുക. 5ആണ് ഒരു ഐഡിയൽ പ്രൊപ്പോസിഷൻ. 5ൽ താഴെയെങ്കിലും നമുക്ക് എത്തിക്കാൻ കഴിയുന്നത്. 2ലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. പക്ഷെ ഇപ്പോൾ 10.6% ഈ TPR മാറിയിരിക്കുന്നു എന്നുള്ളത് ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രി പറഞ്ഞത് വൈറസിന്റെ ജനിതക മാറ്റമാണ്. കേരളത്തിൽ ജനിതക മാറ്റം
സംഭവിച്ചു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. പക്ഷേ അങ്ങനെ ഇന്ത്യയിൽ ജനിതക മാറ്റം നടന്നില്ല എന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പറയുന്നത്. ആര് പറയുന്നതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? എന്താണ് യഥാർത്ഥ വസ്തുത? ഇതുമായി ഏതെങ്കിലും ഒരു പഠനം സംസ്ഥാന ഗവൺമെന്റ് നടത്തിയിട്ടുണ്ടോ? അങ്ങനെ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ പഠനത്തിന്റെ റിപ്പോർട്ട് സംസ്ഥാന ഗവൺമെന്റ് പുറത്തുവിടാൻ തയ്യാറാകുമോ? മറ്റൊരു കാര്യം ഇൻഫെക്ഷൻ കൺട്രോളാണ്. രോഗവ്യാപനം തടയാൻ കൂടുതൽ ടെസ്റ്റുകൾ ചെയ്യുന്നതോടൊപ്പം ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോട്ടോകോൾ നടപ്പാക്കാൻ തദ്ദേശ സ്വയംഭരണ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ലൈഫിന്റെ ടാസ്ക് ഫോഴ്സിൽ നിന്നും അദ്ദേഹം രാജിവെച്ചു. ഇക്കരാറിന്റെ MOUന്റെ കോപ്പി നൽകാത്ത സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് 1.5 മാസമായി 2 തവണ താൻ കത്തയച്ചു. എന്നിട്ടും കോപ്പി നൽകാൻ തയ്യാറായില്ല. അതിൽ പ്രതിഷേധിച്ച് സ്ഥാനം രാജിവെക്കുകയാണ് എന്ന് രമേശ് ചെന്നിത്തല പ്രഖ്യാപിച്ചു. വാർത്താസമ്മേളനം തുടരുകയാണ്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചുവരാം. കൊല്ലം കൊട്ടിയത്ത് യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അന്വേഷണം സംസ്ഥാന ക്രൈംബ്രാഞ്ചിന്. ഇത് സംബന്ധിച്ച് DGP ഉത്തരവിറക്കി. നേരത്തെ കൊല്ലം ജില്ലാ ക്രൈംബ്രാഞ്ചാണ് കേസ് അന്വേഷിച്ചിരുന്നത്. VV വിനോദ് ചേരുകയായിരുന്നു. വിനോദ്, നേരത്തെ അന്വേഷണത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച സാഹചര്യമുണ്ടായിരുന്നു. എല്ലാവരിലേക്കും എത്തുന്നില്ല എന്ന് ബന്ധുക്കൾ പരാതിപ്പെട്ടിരുന്നു. ഇപ്പോൾ അതിനൊരു പരിഹാരമാവുകയാണോ? രഞ്ജിത്ത്, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. നേരത്തെ തന്നെ ഈ അന്വേഷണം തൃപ്തികരമല്ല എന്ന തരത്തിൽ പെൺകുട്ടിയുടെ വീട്ടുകാർ രംഗത്ത് വന്നിരുന്നു. രാഷ്ട്രീയ കക്ഷികളും ഇത് സംബന്ധിച്ച് വിഷയം ഏറ്റെടുക്കുകയും കൊല്ലത്ത് കമ്മീഷണർ ഓഫീസിലേക്ക് ഉൾപ്പെടെ പ്രതിഷേധ സമരം നടത്തുകയും ചെയ്തിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ജില്ലാ ക്രൈംബ്രാഞ്ചിന് ആദ്യം കേസ് കൈമാറുകയും ഇപ്പോൾ അത് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിന് വിടുകയും ചെയ്തത്. DGP ആണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കിയിട്ടുള്ളത്. മറ്റൊരു കാര്യം, പെൺകുട്ടിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ആത്മഹത്യ പ്രേരണ ആരോപിക്കപ്പെടുന്ന സീരിയൽ നടി ലക്ഷ്മി പ്രമോദിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കുകയാണ്. നേരത്തെ പരിഗണിച്ചെങ്കിലും ഇന്നത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. ഇക്കാര്യത്തിലും ഇന്ന് തീരുമാനമുണ്ടാകും. ഏതായിരുന്നാലും ഒരു അറസ്റ്റ് മാത്രമാണ് ഈ കേസിൽ ഉണ്ടായിട്ടുള്ളത്. വിവാഹ വാഗ്ദാനം നൽകി പെൺകുട്ടിയെ വഞ്ചിച്ച യുവാവ് മാത്രമാണ് പിടിയിലായിട്ടുള്ളത്. ആ യുവാവിന്റെ വീട്ടുകാർക്ക് കൂടി ഈ കേസിൽ ബന്ധമുണ്ട്. ഹാരിസിന്റെ മാതാപിതാക്കൾക്കും ജ്യേഷ്ഠന്റെ ഭാര്യയായ സീരിയൽ നടിക്കും ഈ കേസിൽ ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ അറസ്റ്റ് വേണമെന്ന ആവശ്യമാണ് ഈ ഒരു ഘട്ടത്തിലാണ് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിന് കേസ് കൈമാറിയിരിക്കുന്നത്. രഞ്ജിത്ത്, കൊല്ലത്ത് യുവതി ആത്മഹത്യ ചെയ്ത സംഭവം സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. UAE കോൺസുലേറ്റ് വഴി മതഗ്രന്ഥങ്ങൾ എത്തിയതുമായി ബന്ധപ്പെട്ട് സിയാറ്റിൽ NIA വീണ്ടും പരിശോധന നടത്തുന്നു. കൂടുതൽ ഉദ്യോഗസ്ഥരുടെ മൊഴിയും ഇന്ന് രേഖപ്പെടുത്തും. മുഖ്യപ്രതി സ്വപ്നയെ NIA 3-ാം വട്ടവും ചോദ്യം ചെയ്യുകയാണ്. VS അനു ചേരുകയാണ് വിവരങ്ങളുമായി. അനു, ഇന്നത്തെ പരിശോധനയിൽ നിന്ന് എന്തൊക്കെ വിവരങ്ങൾ തേടാനാണ് NIA ഉദ്ദേശിക്കുന്നത്? രഞ്ജിത്ത്, ഏറ്റവും പ്രധാനം മതഗ്രന്ഥങ്ങൾ ഒരു UAE കോൺസുലേറ്റ് വഴി എത്തുക, അതൊരു സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമാവുക, അവിടെ നിന്ന് ആ ഓഫീസിന്റെ വാഹനങ്ങളിൽ വിവിധയിടങ്ങളിൽ കൊണ്ടുപോവുക. സ്വാഭാവികമായും കേന്ദ്ര സർക്കാരിന്റെ അനുവാദം വേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഇവിടെ അത് ഉണ്ടായില്ല എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. മാത്രമല്ല, ഇത് അന്ന് ഈ സിയാപ്റ്റ് വഴി ഈ മതഗ്രന്ഥങ്ങൾ എത്തിക്കുന്നതിന്റെ ഏറ്റവും പ്രധാന പങ്കാളിയായിരുന്നത് സ്വപ്ന സുരേഷാണ്. അവരിപ്പോൾ രാജ്യത്തെ UAP ചുമത്തിയ ഒരു സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയാണ്. സ്വാഭാവികമായും ഈ മതഗ്രന്ഥങ്ങൾ വഴി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊക്കെ സ്വർണ്ണം കടത്തിയേക്കാം എന്ന ആ വലിയ ആരോപണങ്ങൾ, രാഷ്ട്രീയ ആരോപണങ്ങളൊക്കെ ഉയർന്ന സാഹചര്യത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പരിശോധനയ്ക്ക് NIA സംഘം തയ്യാറായിരിക്കുന്നത്. ഇന്നിപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട അതിന്റെ ചുമതലയുള്ള കൊല്ലം സ്വദേശിയായ ഒരു ഉദ്യോഗസ്ഥന്റെ മൊഴിയാണ് NIA സംഘം രേഖപ്പെടുത്തുന്നത്. പ്രത്യേകിച്ച് ഈ മതഗ്രന്ഥങ്ങൾ കൊണ്ടുപോകുന്ന സമയത്ത് ഇതിന്റെ GPS ഓഫ് ചെയ്തു എന്ന ഒരു ആരോപണമുണ്ട്. ഇക്കാര്യങ്ങളടക്കം ഈ ഉദ്യോഗസ്ഥരോട് കാര്യങ്ങൾ ചോദിച്ചറിയും. മാത്രമല്ല, അവിടുത്തെ ധനകാര്യ വിഭാഗം ഏതെങ്കിലും തരത്തിൽ ഈ കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു ധന ഇടപാട് നടന്നിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളും ഇപ്പോൾ NIA സംഘം പരിശോധിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രഞ്ജിത്ത്, ശരി. ലൈഫ് മിഷൻ ഇടപാടുകളിൽ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടു സർക്കാർ. റെഡ് ക്രസന്റിൽ നിന്ന് കമ്മീഷൻ വാങ്ങിയെന്നത് ഉൾപ്പെടെയുള്ള എല്ലാ ആരോപണങ്ങളും പരിശോധിക്കാനാണ് നിർദ്ദേശം. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ഇടവേളയ്ക്ക് ശേഷം വാർത്താ ബുള്ളറ്റിൻ തുടരും. പാലാരിവട്ടം പാലം പുതുക്കിപ്പണിയാനുള്ള ചെലവ് കരാറുകാരിൽ നിന്നും ഈടാക്കണമെന്ന് മുൻ പൊതുമരാമത്ത് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ്. നിർമ്മാണം പൂർത്തിയായി 3 വർഷത്തിനുള്ളിൽ തകരാറ് സംഭവിച്ചാൽ അറ്റകുറ്റപ്പണി നടത്തേണ്ടതും പുതുക്കിപ്പണിയേണ്ടതും കരാറുകാരനാണ്. നിർമ്മാണ കരാറിൽ നിന്ന് തന്നെ ഇതിന് വ്യവസ്ഥയുണ്ടെന്നും സർക്കാരിന് ഇതുകൊണ്ട് ഒരു നഷ്ടവും ഉണ്ടാകില്ലെന്നും ഇബ്രാഹിം കുഞ്ഞ് പറഞ്ഞു. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ സുപ്രീം കോടതിയാണ് നമുക്ക് അന്തിമ വിധി നൽകേണ്ടത്. അത് നമ്മളെല്ലാവരും അംഗീകരിക്കേണ്ടിയിരിക്കുന്നു. 3 വർഷത്തിനിടയ്ക്ക് ഉണ്ടാകുന്ന ഏത് തകരാറും അത് പാർട്ടിയിലെ ആയാലും
ഫുള്ളായാലും ഈ കരാറുകാരൻ അതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഗവൺമെൻറ്റിന് കത്ത് കൊടുത്തു RBDCക്ക്. ഞാനിത് സ്വന്തം ചെലവിൽ ഇതിൻ്റെ എല്ലാ ഡിഫക്റ്റും ചെയ്ത് തീർക്കാം എന്ന് പറഞ്ഞിട്ടുമുണ്ട്. സർക്കാരിന് ഇതുകൊണ്ട് നഷ്ടം ഉണ്ടാവില്ല എന്നാണോ? സർക്കാരിന് നഷ്ടം ഉണ്ടാവില്ല. എൻ്റെ കൈ പരിശുദ്ധമാണ്. ഇക്കാര്യത്തിൽ എന്നെ ട്രാപ്പിലാക്കാനായിട്ട് ഒരുപടി ശ്രമങ്ങൾ നടന്നു. പക്ഷേ സത്യം എപ്പോഴും വിജയിക്കും. ഞാനിതിൽ ഒരു കാര്യത്തിലും ഒരു സാമ്പത്തികമായ ഇടപാടോ മറ്റൊന്നും നടത്തിയിട്ടില്ല. തനിക്കെതിരെ ആസൂത്ര നീക്കം നടക്കുന്നുവെന്നും ഇബ്രാഹിം കുഞ്ഞ് ആരോപിച്ചു. പാലാരിവട്ടം പാലത്തിൽ നിന്ന് യാത്രക്കാരുടെ പ്രതികരണവുമായി MS അനീഷ് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്. സുപ്രീം കോടതിയുടെ ഉത്തരവ് അനുകൂലമായതോടെ പാലം പൊളിച്ചു പണിയുന്നതിനുള്ള അതിവേഗ നീക്കങ്ങളുമായാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. ശ്രീധരനെ ഇന്നലെ തന്നെ സർക്കാർ ഫോണിൽ വിളിക്കുകയും ഈ പാലത്തിൻ്റെ നിർമ്മാണ ചുമതല ഏറ്റെടുക്കണമെന്ന നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുന്നു. ഏതാണ്ട് 10 മാസം നീളുന്ന പ്രവർത്തനങ്ങളാണ് ഇനി പാലം പൊളിച്ചു നീക്കി പുതിയ നിർമ്മിക്കണമെങ്കിൽ വേണ്ടത് എന്നാണ് ശ്രീധരൻ പറയുന്നത്. 21 കോടിയിലധികം രൂപയാണ് ചെലവ് വരുന്നത്. പാലം പൂർണ്ണമായി പൊളിച്ചു നീക്കുകയല്ല ചെയ്യുന്നതെന്നാണ് നമുക്ക് ഇപ്പോൾ വ്യക്തമാകുന്നത്. പാലത്തിൻ്റെ ഏറ്റവും അടിയിൽ കാണുന്ന തൂണുകൾ അല്ലെങ്കിൽ പിയർ, അതിന് മുകളിൽ കാണുന്ന പിയർ ക്യാപ്പ് എന്നിവ പഴയ രീതിയിൽ തന്നെ നിലനിർത്തി അതിന് മുകളിലേക്കുള്ള ലോഹപ്പാളികളും ഒപ്പം ഗേർഡറുകളും മാറ്റി സ്ഥാപിച്ച് കോൺക്രീറ്റിങ്ങും ടാറിങ്ങും ഒക്കെ വീണ്ടും നടത്തുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അതായത് 50% പ്രവർത്തനങ്ങളാണ് അവശേഷിക്കുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലൊരു അറ്റകുറ്റപ്പണിയാണ് നടത്താൻ ഉദ്ദേശിക്കുന്നതെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. പാലം പൊളിച്ചു നീക്കുന്നതിനും പുനർനിർമ്മിക്കുന്നതിനുള്ള പണം ആരെടുക്കും എന്നത് സംബന്ധിച്ച ആശയക്കുഴപ്പങ്ങളും നിലനിൽക്കുന്നു. ഈ പണം മുൻ പൊതുമരാമത്ത് മന്ത്രി PK ഇബ്രാഹിം കുഞ്ഞിൽ നിന്നും ഒപ്പം കരാറുകാരിൽ നിന്നും ഈടാക്കണമെന്നാണ് CPMൻ്റെ ആവശ്യം. എന്നാൽ ഈ പണം പിടിക്കുന്നതിന് അല്ലെങ്കിൽ ഈ പണം ഉപയോഗിച്ച് മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതിന് പണം ഈടാക്കാനുള്ള ഒരു കണ്ടീഷൻ നേരത്തെ തന്നെ ഉണ്ട് എന്നാണ് PK ഇബ്രാഹിം കുഞ്ഞ് പറഞ്ഞത്. എന്തായാലും യാത്രക്കാരോട് തന്നെ നമുക്ക് ചോദിക്കാം. പാലം പൊളിച്ച് തന്നെ പണിയണം, അല്ലാതെ ഇവിടം കൊണ്ട് എന്താ ഇവിടെ കാട്ടിക്കൂട്ടണം? കാലത്തും വൈകുന്നേരം 1 മണിക്കൂറാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ പോണത്. എങ്ങനെ ഇത് ഓടിച്ചെത്തിക്കും? ഇപ്പം എല്ലാം കൂടി ഇവിടെ വന്ന് കൂടും. ഇതെല്ലാം കൂടി കഴിയുമ്പോൾ തിരക്കാണ്. ഇത് പൊളിച്ച് പണിയണം, അല്ല ഇത് തുറന്നു കൊടുക്കണം. പൈസ ആരിൽ നിന്ന് ഈടാക്കണം? ഈ പാലം ഒന്നല്ല ജനങ്ങളിൽ നിന്ന് ഈടാക്കാം, അല്ലാതെ എന്ത് ചെയ്യാനേ? ഇപ്പം ജനങ്ങൾക്ക് എല്ലാ ബാധ്യതയും ജനങ്ങളല്ലേ അനുഭവിക്കണത്. എന്തായാലും ജനങ്ങൾ തന്നെ എടുത്തോട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. എല്ലാ ബാധ്യതയും സാധാരണ ജനത്തിൻ്റെ പുറത്ത് തന്നെയാണ് വരുന്നത്. നേരത്തെ പൊളിച്ച് പണി തീർക്കാമായിരുന്നു. ഇപ്പോൾ ഇത് ഇത്ര നാൾ 1 വർഷത്തോളം ഇതിങ്ങനെ ഇട്ടണ്ടിരുന്നില്ലേ? അതുകൊണ്ട് എന്താ പ്രയോജനം? ആർക്കെന്താ പ്രയോജനം ഉണ്ടായി? അടിയന്തരമായി തന്നെ നേരത്തെ ഉണ്ടായ കാലവിളംബം ഇനിയെങ്കിലും ഇക്കാര്യത്തിൽ ആ പാലം പുനർനിർമ്മിക്കൽ ഉണ്ടാവരുതെന്നും നാട്ടുകാർ അഭിപ്രായപ്പെടുന്നു. പാലാരിവട്ടം പാലം പൊളിച്ചു പണിയണം എന്ന സുപ്രീം കോടതി വിധിയിൽ ഏറെ സന്തോഷിക്കുകയാണ് KV ഗിരിജൻ. പാലത്തിന്റെ തകരാറുകൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത് പാലാരിവട്ടം സ്വദേശിയായ ഗിരിജനാണ്. സർക്കാരിനൊപ്പം ഗിരിജന്റെ വിജയം കൂടിയാണ് കോടതി വിധി. ഇത് KV ഗിരിജൻ, പാലാരിവട്ടം പാലത്തിന്റെ ദുരവസ്ഥ പുറത്തു കൊണ്ടുവന്നയാൾ. പാലാരിവട്ടം പാലത്തിന്റെ പല ഭാഗങ്ങളിലും ഇരുമ്പുകൊണ്ട് കെട്ടിയടച്ചിരിക്കുന്നത് കണ്ട ഗിരിജനാണ് പാലം പണിയിൽ ആദ്യം സംശയം പ്രകടിപ്പിച്ചത്. ഒരു ഫോട്ടോഗ്രാഫറുടെ സഹായത്തോടെ പാലത്തിന്റെ ചിത്രങ്ങളെടുത്ത KV ഗിരിജൻ അത് മന്ത്രി G സുധാകരന് അയച്ചു കൊടുത്തു. മന്ത്രിയിൽ നിന്ന് മറുപടിയും ലഭിച്ചു. അവിടുന്ന് മറുപടി കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടെ റോഡ് ആൻഡ് ബ്രിഡ്ജ് കോർപ്പറേഷൻ്റെ അടുത്ത് അതിന് എഴുതി കൊടുത്തതിന് ശേഷം അവർ കൊടുത്ത മറുപടിയുടെ കോപ്പി എനിക്ക് അയച്ചു തന്നു. ഒരു താങ്ക്സും പറഞ്ഞു. പാലം പണിയിലെ അഴിമതി പുറത്തു വന്നതിനെ തുടർന്ന് വലിയ രാഷ്ട്രീയ വിവാദമാണ് ഉയർന്നത്. ഈ വിവാദങ്ങളെക്കുറിച്ച് പ്രതികരിക്കാൻ KV ഗിരിജന് താൽപ്പര്യമില്ല. എന്നാൽ ചില ആരോപണങ്ങൾ തന്നെ ഏറെ വേദനിപ്പിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. എതിർഭാഗം കൊണ്ടുണ്ടോന്ന ഒരു വാദഗതിയുണ്ട്. ശ്രീധരന് ബുദ്ധിയില്ലാത്ത സാധനമാണെന്ന് വരുത്തി തീർക്കാനുള്ളൊരു ശ്രമം നടത്തി. മുൻ മന്ത്രിമാർ അല്ലെ രാഷ്ട്രീയക്കാർ ചെന്നെത്തി എന്ന് പറയുമ്പോഴത്തേക്കും ഇവരൊക്കെ എവിടെ കിടക്കണേന്നുള്ളതാണ് ഒരിക്കലും ഒരാളോട് പറയാൻ പാടില്ല. നമ്മൾ പാലത്തിന്റെ ക്രമക്കേടുകൾ പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞതിലും പുതിയ പാലം നിർമ്മിക്കാനുള്ള തീരുമാനമുണ്ടായതിലും ഏറെ സന്തോഷത്തിലാണ് BSNL ജീവനക്കാരനായിരുന്ന KV ഗിരിജൻ. പാലാരിവട്ടം പാലം പൊളിച്ചു പണിയാൻ തീരുമാനമായെങ്കിലും പാലത്തിനു പിന്നിലെ രാഷ്ട്രീയ വിവാദങ്ങൾ കൂടുതൽ ഉറപ്പോടെ നിലനിൽക്കുക തന്നെ ചെയ്യും. കൊച്ചിയിൽ നിന്ന് ക്യാമറാമാൻ ലിജു ചെറിയാനൊപ്പം വിനീത VG, News 18. കൃഷിമന്ത്രി VS സുനിൽകുമാറിന് കോവിഡ് സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് കോവിഡ് സ്ഥിരീകരിക്കുന്ന 3ാമത്തെ മന്ത്രിയാണ് സുനിൽകുമാർ. മന്ത്രിമാരായ തോമസ് ഐസക്, EP ജയരാജൻ എന്നിവർക്ക് നേരത്തെ കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. കൃഷി മന്ത്രിയുമായി ബന്ധപ്പെട്ടവരോടും സ്റ്റാഫ് അംഗങ്ങളോടും നിരീക്ഷണത്തിൽ പോകാൻ നിർദ്ദേശിച്ചു.
ഇടവേള. കേരളത്തിൽ ചെമ്മീൻ ഇറക്കുമതി ചെയ്തതുമായി ബന്ധപ്പെട്ട് കോടികളുടെ തട്ടിപ്പ് നടന്നതായി പരാതി. ആന്ധ്രയിലെ കർഷകരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അരൂർ പോലീസ് കേസെടുത്തു. 13,20,00,000 തട്ടിപ്പ് നടന്നതായാണ് പരാതി. പണവുമായി ഇടനിലക്കാർ മുങ്ങിയെന്ന് പോലീസ് വ്യക്തമാക്കി. കഴിഞ്ഞ മെയ് മുതൽ 115 ട്രക്ക് ചെമ്മീനാണ് അരൂരിലെ വിവിധ സീ ഫുഡ് ഫാക്ടറികളിലേക്ക് ആന്ധ്രയിൽ നിന്നും ഇറക്കുമതി ചെയ്തത്. മാർക്കറ്റ് പ്രൈസ് 200 രൂപ വിലയുണ്ടാവും. പക്ഷേ ഇതേപോലെ തട്ടിപ്പ് നടത്തുന്നവരാണെങ്കിൽ അവർ 200 രൂപ പറഞ്ഞാൽ അവർക്ക് ചരക്ക് കൊടുക്കില്ല. ഒരു ബേസുമില്ല, ഒരു കമ്പനിയോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അവരെന്ത് പറയും? മാർക്കറ്റ് പ്രൈസ് 200 രൂപ എന്നുള്ളത് 220 രൂപ കൂട്ടി പറയും. അപ്പോൾ അവിടെ ആന്ധ്രയിലുള്ള ഏജൻസി അല്ലെങ്കിൽ അവിടെയുള്ള ഈ ഫാർമറിൽ നിന്ന് ചരക്ക് എടുക്കുന്ന ആളുകൾ അമിത ലാഭം ഉദ്ദേശിച്ചുകൊണ്ട് ഈ 220 രൂപ പറയുന്ന ആളിന് ചരക്ക് കൊടുക്കും. പക്ഷെ അവരിവിടെ കൊണ്ടുവന്ന് ആ ചരക്ക് കൊടുക്കുന്നത് 200 രൂപയാണ് കൊച്ചിയിൽ വിലയുള്ളെങ്കിലും അവർ റെഡി ക്യാഷ് പറഞ്ഞ് ചരക്ക് കൊടുക്കുമ്പോൾ ഇവിടുത്തെ കമ്പനികൾ 190 രൂപ വെച്ച് ആ ചരക്ക് എടുത്ത് അപ്പോൾ അതിന് റെഡി ക്യാഷ് കൊടുക്കും. പക്ഷേ ഈ കാശ് കൃത്യമായിട്ട് അവിടെ ആന്ധ്രയിലുള്ള ഏജൻസിക്ക് കിട്ടാറില്ല. അപ്പോൾ അമിത ലാഭം അവിടെ നിന്ന് മൂലം ഉണ്ട് ചീറ്റിംഗ്. അമിത ലാഭം ആന്ധ്രയിൽ നടക്കുന്ന ആളുകൾ ഇവിടെ അന്വേഷിക്കണം, ഈ മാർക്കറ്റ് പ്രൈസ് ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ അവരുകൂടി ബാധ്യത. നമുക്കിപ്പോൾ ആന്ധ്രയിൽ നടക്കുന്ന പ്രൈസ് നമുക്ക് വാട്സപ്പിൽ മെസ്സേജിൽ അവിടെ ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് അവിടെ നടക്കുന്ന പ്രൈസ് എന്തായാലും നമുക്ക് വരും. അപ്പോൾ ആ റേറ്റ് വെച്ചായിരിക്കും നമ്മളിവിടെ ഏജൻസിക്ക് കൊടുക്കുന്നത്. പക്ഷേ ഏജൻസി അവിടെ നിന്ന് എടുക്കുന്ന റേറ്റ് എന്താണെങ്കിലും നമുക്ക് ഒരിക്കലും അറിയാൻ സാധിക്കില്ല. ശരണ്യ സ്നേഹജൻ ചേരുന്നു വിവരങ്ങളുമായി. ശരണ്യ, ഏത് രീതിയിലുള്ള തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്? ഇത്രയധികം തുകയുടെ തട്ടിപ്പിന് അടിസ്ഥാനമായ കാരണങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, ഇപ്പോൾ അരൂർ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസ് പ്രകാരം 13.2 കോടി രൂപയുടെ തട്ടിപ്പ് ആന്ധ്രാപ്രദേശിൽ നിന്ന് വനാമി ചെമ്മീൻ ഇറക്കുമതി ചെയ്തതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസ്. ഇതുമായി ബന്ധപ്പെട്ട 2 പേർ, അതായത് എഹിയ ഒപ്പം തന്നെ ചന്ദരൂർ സ്വദേശിയായ നിയാസ് എന്നിവർ ഒളിവിലെന്നാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് അരൂരിലെ പ്രധാനപ്പെട്ട സീ ഫുഡ് ഫാക്ടറികൾക്ക് വേണ്ടി ഇറക്കുമതി ചെയ്ത ചെമ്മീനുകളാണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. ഇടനിലക്കാരായി നിന്ന് ആന്ധ്രാപ്രദേശിലെ കർഷകരെ സമീപിക്കുകയും അവരിൽ നിന്നും ഈ മെയ് മാസം മുതൽ, അതായത് ലോക്ഡൌൺ കാലഘട്ടത്തിൽ മെയ് മാസം മുതൽ 115 ട്രക്ക് ചെമ്മീൻ കയറ്റുമതി ചെയ്യുന്നതിനായി ആന്ധ്രാപ്രദേശിൽ നിന്നും ആലപ്പുഴ അരൂരിലേക്ക് സീ ഫുഡിന്റെ ആസ്ഥാനമായ അരൂരിലേക്ക് ഇറക്കുമതി ചെയ്തു എന്നാണ് കേസ്. ഇതിൽ തന്നെ 13.28 കോടി രൂപയുടെ ആയിരുന്നു ഈ ചെമ്മീൻ ഇറക്കുമതി ചെയ്തത്. ഇതിൽ 13.2 കോടി രൂപയുമായി ഇടനിലക്കാർ മുങ്ങിയെന്നാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ആന്ധ്രാപ്രദേശിൽ നിന്നും ഉള്ള കർഷകരടക്കമുള്ള ആളുകൾ ഇവിടെ വന്ന് അരൂർ പോലീസുമായി ദിവസങ്ങളായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പ്രധാനമായും ഈ ചെമ്മീൻ വിതരണം ചെയ്തിട്ടുള്ളത് ഭാരത് സീ ഫുഡ് ഇൻഡസ്ട്രീസ്, ചെറുകാട്ടിൽ എന്നീ സ്ഥാപനങ്ങൾക്കാണ് ഇപ്പോൾ ഈ ചെമ്മീൻ വിതരണം ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. പക്ഷേ ഇവരുമായി ബന്ധപ്പെട്ട് പണം ഇടനിലക്കാർ, അതായത് 200 രൂപയാണ് ചെമ്മീന്റെ മാർക്കറ്റ് പ്രൈസ് എങ്കിൽ ആ ചെമ്മീൻ എടുത്തുകൊണ്ട് വന്നതിന് ശേഷം അതിനേക്കാൾ വില കുറച്ച് ഇവിടെ നിന്ന്, അതായത് 200 രൂപയുടെ ചെമ്മീൻ എക്സ്പോർട്ട് ചെയ്യുന്ന ആളുകളിൽ നിന്ന് കളക്ട് ചെയ്യുകയും ഒപ്പം എക്സ്പോർട്ടേഴ്സിന് ഇത് ഇടനിലക്കാർ വിൽക്കുകയുമാണ് ചെയ്യുന്നത്. കർഷകരിൽ നിന്ന് 210ഉം 230ഉം രൂപ അധികമായി നൽകാമെന്ന് വാഗ്ദാനം നൽകുകയും വലിയ മോടി പിടിപ്പിച്ച വാഹനങ്ങളടക്കം ഇവർ എത്തുകയും ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിനുശേഷം ആദ്യഘട്ടത്തിൽ കർഷകർ ചോദിക്കുന്ന പൈസ തന്നെ ഇവർ നൽകും. 3-4 ട്രക്കുകൾ വന്നതിന് ശേഷം പതിയെ പണത്തിന്റെ അളവ് കുറയ്ക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിനുശേഷം ഈ 28 കോടിയിൽ ഏകദേശം 13.2 കോടിയോളം രൂപയുമായി ഇടനിലക്കാർ ഇപ്പോൾ മുങ്ങിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. നൌഷാദ് കുന്നേൽ എക്സ്പോർട്ടറാണ് അദ്ദേഹം, എക്സ്പോർട്ടേഴ്സ് അസോസിയേഷന്റെ പ്രതിനിധിയാണ്. ശ്രീ നൌഷാദ്, ഇത് നേരത്തെ കണ്ടുപിടിക്കാനായില്ലേ? എങ്ങനെയാണ് ഇത്ര വിദഗ്ധമായി ഈ 13 കോടിയോളം രൂപ ഇവർക്ക് തട്ടിക്കാനായത്? അത് ഇതിനകത്ത് ഉള്ള വിഷയം എന്ന് പറയുന്നത് ആന്ധ്രയിൽ നിന്ന് ചരക്ക് അഴക്കുന്നവരിൽ തുടങ്ങുന്ന വിഷയം തന്നെയാണ്. ആന്ധ്രയിൽ ചരക്ക് അഴക്കുന്ന ഒരു വിഷയം തന്നെയാണ്. ഇതിൽ കൊച്ചിയിൽ ചരക്ക് വരുന്നതിന് ഒരു കൗണ്ടിന് ഇന്ന വില എന്നുണ്ട് മാക്സിമം. ഏകദേശം 100 കൗണ്ട് ചെമ്മീന് 200 രൂപയാണ് കൊച്ചിയിൽ വില എങ്കിൽ തട്ടിപ്പുകാർ അത് 220 രൂപ വില പറയും. 220 രൂപ വില പറയുമ്പോൾ 20 രൂപ അധിക ലാഭം കണക്ക് കൂട്ടിക്കൊണ്ട് ആന്ധ്രയിൽ നിന്നുള്ള ആളുകൾ ഈ പറയുന്ന തട്ടിപ്പുകാർ ചരക്കഴക്കും. നിലവിൽ അവർ ഈ കൊച്ചിയിൽ വിൽക്കുന്നത് അത് RC റെഡി ക്യാഷിനാണെന്നുണ്ടെങ്കിൽ 200 രൂപ വിലയുണ്ടെങ്കിൽ 190 രൂപയൊക്കെയാണ് വിൽക്കുന്നത്. അപ്പൊ അവർക്ക് ഓൾറെഡി അപ്പം തന്നെ 30 രൂപയുടെ നഷ്ടം അവിടെ സംഭവിച്ചു കഴിഞ്ഞു. പിന്നെ അത് കൂടാതെ കൗണ്ട്, അതായത് 1 കിലോത്തിന് എത്ര ചെമ്മീൻ, അതിനാണ് കൗണ്ട് എന്ന് പറയുന്നത്. ആ കൗണ്ട് ബേസ് ചെയ്താണ് കൊച്ചിയിലെ ഫാക്ടറികൾ ചരക്കെടുക്കുന്നത്. കൗണ്ടും ഉണ്ട്, പെർസെന്റേജും ഉണ്ട്. ഇതിൽ കുറവ് വന്നു കഴിഞ്ഞാൽ അത് വീണ്ടും ഈ പറഞ്ഞ എമൗണ്ടിൽ കട്ടിങ് വരും. അപ്പൊ ഇത്
ഒരു വണ്ടി ചരക്ക് വന്നു കഴിഞ്ഞാൽ ആ വണ്ടിയുടെ ബില്ലും എമൗണ്ടും അടുത്ത വണ്ടി വരുന്ന മുമ്പ് ഈ പറഞ്ഞ ആന്ധ്ര പാർട്ടിക്ക് അയച്ചു കൊടുക്കുകയാണ് മറ്റുള്ള എക്സ്പോർട്ടേഷൻ കമ്പനികളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ ഇടനിലക്കാരായ ആളുകൾ ഇതൊന്നും ചെയ്യില്ല. അവര് ഈ ചരക്കിന് ആദ്യം അടച്ച ചരക്കിന് ഇത്ര നഷ്ടം ഉണ്ടെന്നുള്ളത് ആന്ധ്രയിൽ അടക്കുന്ന കച്ചവടക്കാരെ ബോധ്യപ്പെടുത്തുകയോ ഒന്നും ചെയ്യാതെ റെഗുലറായിട്ട് ഇങ്ങനെ ചരക്ക് കച്ചവടം ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു 2-3 മാസം കച്ചവടം ചെയ്തതിനു ശേഷം കണക്ക് നോക്കുമ്പോൾ കോടികളുടെ ഡിഫറൻസ് അന്നേരം ഉണ്ടാവും. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഇടനിലക്കാരെന്ന് പറയുന്ന അരൂർ സ്വദേശികൾ തന്നെയാണോ? ഇവരെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? വർഷങ്ങളായി ഈ രംഗത്തുള്ളവരാണോ അവർ? വർഷങ്ങളായ ഇടനിലക്കാരെന്ന് ഉദ്ദേശിക്കുന്നത് ഈ ആന്ധ്ര ലോബിയിൽ തന്നെ അവർ കർഷകരിൽ നിന്ന് എടുക്കുന്ന ഇടനിലക്കാരും ഉണ്ട്, ഇവിടെയുള്ളവർക്ക് കൊടുക്കുന്നവരും ഉണ്ട് കമ്പനിക്ക്. ഈ കമ്പനിയിൽ നേരിട്ട് കച്ചവടം ചെയ്യുന്ന 99% ആളുകളും പ്രശ്നത്തിലാവും ഈ ഒരു വിഷയം കൊണ്ട്. പിന്നെ ഇത് ഏജൻസി മുഖാന്തരമാണ്. 50-60 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു വ്യവസായമാണ്. ഏജൻസി മുഖാന്തരമാണ് നമുക്ക് എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ചരക്ക് ഇവിടെ വരുന്നത്. ഒരു ഇടനിലക്കാരൻ എപ്പോഴും ഉണ്ടാവും. ഈ ഇടനിലക്കാരൻ പറയുന്ന ആളുകൾ ചരക്ക് വരുമ്പോൾ ആരുടെ പേരിലാണ് കമ്പനി ബില്ല് എഴുതുന്നത്, ആ ആളിന് ബാങ്ക് ത്രൂ ആണ് നമ്മൾ എല്ലാവരും പേയ്മെന്റ് കൊടുക്കുന്നത്. നമുക്ക് അത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതിന്റെ ഇടയിൽ നിൽക്കുന്നവരാണ് ഇത് ചരക്കിന്റെ ഉടമസ്ഥനെന്നോ ആന്ധ്രയിൽ അവർ തമ്മിലുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻ എങ്ങനെയാണെന്നോ നമുക്ക് ഫാക്ടറിയിൽ ഇരിക്കുന്ന ഉടമസ്ഥന്മാർക്ക് അറിയാൻ പറ്റില്ല. അവർക്ക് ചെയ്യാവുന്ന ആരുടെ പേരിൽ ബില്ല് എഴുതുന്നു ആ ആളിന് ബാങ്ക് ത്രൂ ക്യാഷ് കൊടുക്കുക. വണ്ടി വരുമ്പോൾ ചിലപ്പോൾ ഡീസൽ ബില്ലോ അല്ലെങ്കിൽ അവർ എന്തെങ്കിലും ചെലവ് കാശ് ചോദിച്ചാൽ 50,000 1 ലക്ഷം രൂപ ചിലപ്പോൾ വാടക ഇനത്തിൽ കൊടുക്കേണ്ടി വരും ക്യാഷ് ആയിട്ട്. ബാക്കി എല്ലാം ചെയ്യുന്നത് നമ്മൾ ബാങ്ക് ത്രൂ ആണ്. ഇതാണ് നമ്മളുടെ കച്ചവടം, വനാമി കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് 2 കുട്ടികളിലും തെറ്റുകളുണ്ട്. അതിൽ നടക്കുന്ന സപ്ലൈസിന് നല്ലൊരു തെറ്റുണ്ടെന്ന് വെച്ചാൽ അമിത ലാഭം. മാർക്കറ്റ് പ്രൈസ് 200 രൂപയേ ഉള്ളൂ. 220 രൂപ പറയുന്ന ആളുകളെ ചരക്ക് അടച്ച ആളുകൾ ഇത്രയും കോടി കച്ചവടം ചെയ്ത് നേരിട്ട് ഇവർ കണ്ടിട്ട് പോലുമില്ല. ഒരു ഫോൺ കോളിന്റെ ബേസ് ചെയ്താണ് ഇവർ ചരക്ക് കൊടുക്കുന്നത്. ശരി, നന്ദി ശ്രീ നൌഷാദ് പ്രതികരിച്ചതിന്. ശരണ്യ, ഇപ്പോൾ പോലീസ് പറയുന്നത് എന്താണ്? ഇവർ കേരളം വിട്ടോ? ഇവരുടെ ഇത്ര വലിയ തട്ടിപ്പ് നടത്തിയ ആളുകളാണല്ലോ. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, രഞ്ജിത്ത്, ഇവരുമായി ബന്ധപ്പെട്ട ഇത്തരത്തിൽ ധാരാളം തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇത്രയും അധികം കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ഇത് ഒരു സെറ്റിൽമെന്റ് ചർച്ചയിലേക്ക് എത്തുകയും അത് പോലീസ് സ്റ്റേഷനുകൾക്ക് പുറത്ത് ഈ പരാതിയുമായി ആദ്യം പോലീസിനെ സമീപിക്കുകയും പിന്നീട് ഇത് പോലീസ് സ്റ്റേഷനുകളുടെ പുറത്ത് സെറ്റിൽ ചെയ്ത് പോവുകയും ചെയ്യുന്നതാണ്. അത്തരം ഒരു സമാനമായ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ എത്തിയിരിക്കുന്ന ആളുകളും എത്തിയത്. പക്ഷേ ഇവർ ആന്ധ്രയിൽ നിന്ന് ദിവസങ്ങളായി ഇവിടെ ഈ അരൂർ പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു എങ്കിൽ പോലും ഈ ഇടനിലക്കാരിൽ നിന്ന് യാതൊരുവിധ സൗകര്യങ്ങളും ഉണ്ടാകുന്നില്ല. ഈ പറഞ്ഞ ഇപ്പോൾ പോലീസ് കേസ് എടുത്തിരിക്കുന്നു എന്ന് പറയുന്ന എഹിയ നിയാസ് ഉൾപ്പെടെയുള്ള ആളുകളെ കഴിഞ്ഞ ദിവസങ്ങളിൽ അരൂർ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തുകയും പിന്നീട് ഇവർ പോവുകയുമാണ് ചെയ്തത്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് അരൂർ പോലീസ് ഇവർക്കെതിരെ കേസെടുത്തത്. ഇത്തരത്തിൽ വമ്പന്മാരാണ്. അതായത് 13.2 കോടി എന്ന ഇപ്പോൾ ഒരു പരാതിയിൽ മാത്രമാണ് ഇത്രയധികം തുക. അതായത് വനാമി ചെമ്മീൻ ഇറക്കുമതി ചെയ്തതുമായി ബന്ധപ്പെട്ട നിരവധി കർഷകർ, പല കർഷകരിൽ നിന്നാണ് ഇവർ ഇത്തരത്തിൽ ചരക്കെടുക്കുന്നത്. അതിനുശേഷം ഓരോ കർഷകർക്കും കുറേശ്ശെ പണം നൽകുകയും ഒടുവിലത്തെ സാഹചര്യത്തിലേക്ക് കടക്കുമ്പോൾ ഈ വലിയ തുകയുമായി ഇവർ മുങ്ങുകയുമാണ് ചെയ്യുന്നത്. പിന്നീട് ഈ പറഞ്ഞ രീതിയിലുള്ള മറ്റു വഴികൾ ഉപയോഗിച്ചുകൊണ്ടും സ്വാധീനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും ഈ പണം കർഷകരെ വലിച്ച ഒരു പരിധി കഴിയുമ്പോൾ കർഷകർ ഇത്തരത്തിൽ അത് ഇട്ടിട്ട് പോവുകയുമാണ് ചെയ്യുന്നത്. അത്തരത്തിൽ വലിയ നഷ്ടം അനുഭവിച്ച ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തിയ കർഷകരുണ്ട് എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും 13.2 കോടി എന്നതല്ല, അതിനപ്പുറത്തേക്ക് കോടികളുടെ തട്ടിപ്പ് ഇവിടെ നടന്നിട്ടുണ്ട് എന്നാണ് അനൌദ്യോഗികമായി പോലീസ് നമ്മളോട് സമ്മതിക്കുന്നത്. ശരി. റിലയൻസ് റീറ്റെയിലിൽ 5550 കോടി രൂപ നിക്ഷേപിച്ച് KKR. അമേരിക്കൻ നിക്ഷേപക വമ്പനായ KKRന് റിലയൻസിന്റെ 1.28% ഓഹരികളാണ് സ്വന്തമാവുക. നേരത്തെ റിലയൻസ് ജിയോയിലും KKR നിക്ഷേപിച്ചിരുന്നു. ആഗോള നിക്ഷേപക സ്ഥാപനമായ സിൽവർ ലേക്ക് 7500 കോടി രൂപ റിലയൻസ് റീറ്റെയിലിൽ നിക്ഷേപിച്ചിരുന്നു. ഇതോടെ 2 ആഴ്ചക്കിടെ റിലയൻസിലെത്തിയ നിക്ഷേപം 13,000 കോടി രൂപ പിന്നിട്ടു. ഫ്യൂച്ചർ ഗ്രൂപ്പിനെ റിലയൻസ് നേരത്തെ ഏറ്റെടുത്തതോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ മൊത്ത ചില്ലറ ഉൽപ്പന്ന വിതരണ സ്ഥാപനമായി മാറിയിരുന്നു. അതിവേഗ റെയിൽപാതയ്ക്കായി ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ വേഗത്തിലാക്കും. ഇതിനായുള്ള ഉത്തരവുകൾ 1 മാസത്തിനുള്ളിൽ പുറപ്പെടുവിക്കാൻ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. കൊച്ചുവേളി മുതൽ കാസർഗോഡ് വരെ 529.45 കിലോമീറ്ററിൽ വേഗ റെയിൽപാത നിർമ്മിക്കാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. 65,000 കോടി ചെലവ് കണക്കാക്കുന്ന പദ്ധതിയുടെ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ വേഗത്തിലാക്കാൻ ഇന്നലെ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ സർവേ ഡയറക്ടറും ലാൻഡ് റവന്യൂ കമ്മീഷണറും അടക്കമുള്ളവർ പങ്കെടുത്തു. ഭൂമി ഏറ്റെടുക്കലിന്റെ ഭാഗമായുള്ള ഉത്തരവുകൾ 1 മാസത്തിനുള്ളിൽ ഇറക്കും. ഭൂമി ഏറ്റെടുക്കലിൽ നൽകേണ്ട നഷ്ടപരിഹാരം സംബന്ധിച്ചുള്ള കാര്യങ്ങളും യോഗം ചർച്ച ചെയ്തു.
വിരമിച്ച ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ കരാർ അടിസ്ഥാനത്തിൽ നിയോഗിച്ച് ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ വേഗത്തിലാക്കുകയാണ് ലക്ഷ്യം. നേരത്തെ റവന്യൂ മന്ത്രി ഇതിനെ എതിർത്തിരുന്നു. കരാർ അടിസ്ഥാനത്തിലുള്ള ഉദ്യോഗസ്ഥർ നടത്തുന്ന അളവ് കണക്കുകൾക്ക് നിയമപരിരക്ഷ ലഭിക്കില്ല എന്നായിരുന്നു റവന്യൂ വകുപ്പിന്റെ നിലപാട്. എന്നാൽ തർക്കങ്ങൾ ഒഴിവാക്കി ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ വേഗത്തിലാക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകുകയായിരുന്നു. പദ്ധതി പൂർത്തിയായാൽ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്കെത്താൻ 3 മണിക്കൂർ 52 മിനിറ്റ് മതിയാകും.